ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. നന്മയുടെ തിളക്കം. കഥയുടെ പേര് നന്മയുടെ തിളക്കം. ഒരിക്കൽ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഫാത്തിമ, സയാന എന്നും ലൈബ എന്നും പേരുള്ള രണ്ട് ആത്മമിത്രങ്ങളുണ്ടായിരുന്നു. ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ അവധിയായതിനാൽ അവർ ഗ്രാമത്തിലെ തോടിനരികിലൂടെ നടക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവർ കണ്ടത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഗ്രാമത്തിലെ വൃദ്ധനായ അപ്പൂപ്പൻ തന്റെ ചെറിയ ഉന്തുവണ്ടിയിൽ നിറയെ പച്ചക്കറികളുമായി കയറ്റം കയറാൻ കഷ്ടപ്പെടുന്നു. പ്രായത്തിന്റെ അവശത കാരണം അദ്ദേഹത്തിന് വണ്ടി തള്ളാൻ കഴിയുന്നില്ലായിരുന്നു. ഇതു കണ്ടതും ഫാത്തിമയും ലൈബയും ഒട്ടും ആലോചിച്ചില്ല. അവർ വേഗം ഓടിച്ചെന്ന് അപ്പൂപ്പനെ സഹായിക്കാൻ തുടങ്ങി. ഫാത്തിമയും ലൈബയും പുറകിൽ നിന്ന് വണ്ടി തള്ളിയപ്പോൾ അപ്പൂപ്പന് വലിയ ആശ്വാസമായി. മിടുക്കി കുട്ടികൾ എന്ന് അദ്ദേഹം കിതപ്പോടെ അവരെ നോക്കി ചിരിച്ചു. വണ്ടി കയറ്റം കയറി നിരപ്പായ സ്ഥലത്തെത്തിയപ്പോൾ അപ്പൂപ്പൻ അവർക്ക് നന്ദി സൂചകമായി രണ്ട് വലിയ ചുവന്ന ആപ്പിളുകൾ നൽകാൻ ശ്രമിച്ചു. എന്നാൽ ഫാത്തിമയും ലൈബയും അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അപ്പൂപ്പനെ സഹായിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പൂപ്പനെ സഹായിച്ച് തിരികെ വരുമ്പോൾ ലൈബയുടെ കയ്യിലുണ്ടായിരുന്ന വിലപ്പെട്ട ഒരു പെൻസിൽ ബോക്സ് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടത് അവർ അറിഞ്ഞു. അവർ സങ്കടത്തോടെ തിരികെ നടന്നു. അപ്പോൾ കണ്ടത് ആ വഴി വന്ന് അച്ചു എന്ന കൊച്ചുകുട്ടിയാണ്. അവൻ ആ ബോക്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അച്ചു ഇത് കണ്ടുപിടിച്ചു. നിങ്ങൾ അപ്പൂപ്പനെ സഹായിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരാളെ സഹായിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തിരികെ തരുന്നു, അച്ചു സന്തോഷത്തോടെ പറഞ്ഞു. തങ്ങൾ ചെയ്ത ഒരു ചെറിയ നന്മ മറ്റൊരു നന്മയായി തങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിയതോർത്ത് ഫാത്തിമ, സയാനയും ലൈബയും സന്തോഷിച്ചു. മറ്റൊരാളെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ആ കൂട്ടുകാരികൾ തിരിച്ചറിഞ്ഞു. ഗുണപാഠം: നന്മ ചെയ്താൽ നന്മ തന്നെ തിരിച്ചു ലഭിക്കും. ഗുണപാഠം: നന്മ ചെയ്താൽ നന്മ തന്നെ തിരിച്ചു ലഭിക്കും. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.